പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരില്ലാത്തതിനെ തുടർന്ന് ഗൈനക്കോളജി വിഭാഗം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഡോക്ടർമാർ അവധിയെടുത്തു പോയതാണ് പ്രതിസന്ധിയാക്കിയത്. 2 സീനിയർ കൺസൾട്ടന്റുമാരും 1 ജൂനിയർ കൺസൾട്ടന്റും അടക്കം 3 ഡോക്ടർമാരുള്ള ഗൈനക്കോളജി വിഭാഗത്തിലാണ് പ്രതിസന്ധി. ജൂനിയർ കൺസൾട്ടന്റ് വ്യക്തിപരമായ ആവശ്യത്തിനും സീനിയർ കൺസൾട്ടന്റുമാരിൽ ഒരാൾ ദീർഘകാലാവധിയും എടുത്ത് സ്വകാര്യ ആശുപത്രിയിലും ജോലിയിലേക്കും പോയി. മറ്റൊരു ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയിട്ട് പകരം ഡോക്ടറെ നിയമിച്ചിട്ടുമില്ല. പ്രസവത്തിനായി എത്തിയവരെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ രാവിലെ ഒന്ന് അഡ്മിറ്റ് വന്നപ്പോൾ ഇവിടെ ഡോക്ടർ ഇല്ല. അപ്പോൾ ജനറലിൽ നിന്ന് ഡോക്ടർ വന്ന് ഞാൻ കഴിച്ചാൽ നിങ്ങൾ എങ്ങനെച്ചാൽ കൊണ്ടുപോയി ഏത് ഗവൺമെന്റ് ഹോസ്പിറ്റലായാലും വേണ്ടില്ല നിങ്ങൾ കൊണ്ടുപോയി കാണിച്ചു. ഗവൺമെന്റ് ഹോസ്പിറ്റൽ അങ്ങനെ കൊണ്ടുപോയി കാണിച്ചാൽ ഒരു എടുക്കൂല, അവർ എടുക്കോ പിന്നെ നമ്മൾ തട്ടി കളിക്കും. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് പ്രസവം വേണം ഇല്ലെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾ ഡോക്ടറെ വന്ന് ഇവിടുന്ന് വേണ്ടപ്പെട്ട ആൾക്കാർ ഞങ്ങൾ അവിടെ പോയി ഏത് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുവച്ചാൽ അവിടെ പോയിക്കൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ച് തരണം. അത്രേ ഉള്ളൂ, അല്ല ഞങ്ങൾ കുടുംബത്തിൽ പോകില്ല. അഡ്മിറ്റ് ആവാൻ വന്നപ്പോ ഓപ്പൺ ടിക്കറ്റ് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഇങ്ങനെ അത് എഴുത്തന്നെ എന്തെന്നെ ഇഷ്ടമാണ് ഒരു പറഞ്ഞു ഡോക്ടർ ഇല്ലാന്ന്. അത് സിസേറിയന് മറ്റന്നാളാണ് 19 അപ്പോൾ അപ്പൊ പറയുന്നത് നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും പോവാനാണ്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായ സോണൽ കൃഷ്ണ, മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഒരു വിഭാഗം തന്നെ ഗൈനക്കോളജി വിഭാഗം തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്നത്. എപ്പോൾ മുതലാണ് ഈ പ്രതിസന്ധി ഉള്ളത്? ഉണ്ടായിരുന്ന മുഴുവൻ ഡോക്ടർമാരും അവധിയിലാകുന്നതിനെ എങ്ങനെയാണ് ഇപ്പോൾ ആശുപത്രി വിശദീകരിക്കുന്നത്? സോണൽ സ്മൃതി, ഞാനുള്ളത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിലേക്ക് പോകുന്ന കവാടത്തിന് മുൻവശത്താണ്. അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ വിഭാഗം ആകെ പൂട്ടിക്കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സ്ഥിതി ഇതാണ്. ഇവിടെ എത്തുന്ന ഗർഭിണികൾ ഉൾപ്പെടെ വലിയ തോതിൽ നിരാശപ്പെട്ട് മടങ്ങേണ്ട സ്ഥിതി. അവരെയൊക്കെ അതിൽ ഗുരുതരമായ അവസ്ഥയിലുള്ളവരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന സ്ഥിതിയാണ് നിലവിൽ ഇവിടെയുള്ളത്. അതാണ് കാരണവന്മാർ പണ്ട് പറഞ്ഞത്, വോട്ട് ചെയ്യുമ്പോൾ നോക്കി ചെയ്യണമെന്ന്.